ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണാമിയുടെ ആൽഗോരിതത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇപ്പം ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ ഒരുപാട് ട്രിക്കുകൾ നമുക്ക് ബോക്സ് ഡ്രോ ചെയ്യുന്ന ടൈമിൽ എപ്പിക്ക് അടിക്കാനുള്ള ട്രിക്കുകൾ, അങ്ങനെ ഒരുപാട് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് കാണാം. അപ്പോൾ നമ്മളിന്ന് ഇതിലൊക്കെയുള്ള ഫാക്ട് എന്താണ്, കൊണാമിയുടെ റിയൽ ആയിട്ടുള്ള അൽഗോരിതം എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ട്രിക്കുകൾ. സോ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട്. I'm sick of all the bad thoughts, people who are half-nots. You are not as tough as സോ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ കൊണാമിയുടെ അൽഗോരിതത്തെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന ഫുട്ബോൾ എന്ന് പറയുന്ന കൊണാമി എന്ന ഒരു കമ്പനിയുടെ അണ്ടറിൽ വരുന്ന ഈ ഒരു ഗെയിം തികച്ചും ഫ്രീ ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും ഗ്രാഫിക്സും ഇത്രയും കാര്യങ്ങളൊക്കെയുള്ള ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഈ ഒരു ഗെയിം കൊണാമി നമുക്ക് തരുന്നത് തികച്ചും ഫ്രീ ആയിട്ടാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ തന്നെ ഇതിൻ്റെ ഒരു 15% പോലും ഗ്രാഫിക്സോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഗെയിംസ് പോലും നല്ല പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ആ ഒരു ടൈമിലാണ് കൊണാമി മൊബൈലിൽ നമുക്ക് ലഭിക്കാവുന്ന ഫുട്ബോളിലെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഗെയിം ആയിട്ടുള്ള ഈ ഫുട്ബോൾ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് കൊണാമിക്ക് ഇതിലുള്ള ലാഭം? കൊണാമിയുടെ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള ബിസിനസ് നോക്കുവാണെങ്കിൽ കോയിൻ പർച്ചേസ് തന്നെയാണ്. കൊണാമിയുടെ പ്രൊഡക്റ്റ് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന എപ്പിക് കാർഡുകൾ, അതുപോലെ തന്നെ ബിഗ് ടൈം കാർഡുകളൊക്കെയാണ് കൊണാമിയുടെ പ്രൊഡക്റ്റുകൾ. സോ നമുക്ക് ഒരു കാരണവശാലും ഫ്രീ ആയിട്ട് തരുന്ന ഒരു ഗെയിമിനെ എപ്പിക്ക് തരുന്നില്ല, അല്ലെങ്കിൽ റിവാർഡുകളും കാര്യങ്ങളും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. കാരണം ഗെയിം ഫ്രീ ആയിട്ടാണ് തരുന്നത്. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാർഡുകളാണ്. സോ ആ ഒരു കാർഡുകൾ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഗെയിമിൽ നമ്മൾ ഒരു കാരണവശാലും കംപ്ലയിൻറ്റ് പറയാൻ പറ്റത്തില്ല. അവർ മിനിമം $1 ഈ ഒരു ഗെയിം തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. നമുക്ക് റിവാർഡുകൾ കിട്ടുന്നില്ല, നമ്മൾ ക്യാഷ് മുടക്കിയിട്ടാണ് ഈ ഒരു ഗെയിം പർച്ചേസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ കംപ്ലയിൻറ്റ് പറയാം. പക്ഷേ ഈ ഒരു ഗെയിം ആർക്കും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഇടത്തോളം നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് തന്നെ കൊണാമിക്ക് കൃത്യമായിട്ടുള്ള ഒരു അൽഗോരിതം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിനും യൂട്യൂബിനൊക്കെയുള്ള അൽഗോരിതം പോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് എപ്പിക് അടിക്കുന്നത്, ഏതൊക്കെ പ്രോബബിലിറ്റിയാണ് എപ്പിക്കിനുള്ളത്, ഓരോ പാക്കിനും വരുന്നത്, അതുപോലുള്ള കൃത്യമായിട്ടുള്ള അൽഗോരിതം കാര്യങ്ങളൊക്കെ നമ്മുടെ കൊണാമിക്ക് അല്ലെങ്കിൽ ഈ ഫുട്ബോളിന് ഉണ്ട് എന്നുള്ളതാണ്. നമുക്കതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരാം. നെക്സ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് ട്രിക്കുകൾ കാണുന്നുണ്ടല്ലേ. ഏത് ഇത്രയും വലിയ ഗെയിമായിട്ടുള്ള കൊണാമിയെ പറ്റിക്കുന്ന, അല്ലെങ്കിൽ കൊണാമിയുടെ പ്രൊഡക്റ്റുകൾ, കൊണാമിയുടെ മെയിൻ ആയിട്ടുള്ള ബിസിനസ് ആയിട്ടുള്ള അവരുടെ പ്രൊഡക്റ്റുകൾ പല പല ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറ്റിച്ച് എപ്പിക്ക് എടുക്കാൻ പറ്റുന്ന ട്രിക്കുകൾ. യഥാർത്ഥത്തിൽ അവർ കൊണാമിയാണോ പറ്റിക്കുന്നത്, അതോ അത് വ്യൂ ചെയ്യുന്ന നിങ്ങളെയാണോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കാര്യം ചിന്തിച്ചാൽ മതി. ഇത്രയും വലിയൊരു കമ്പനി ആയിട്ടുള്ള കൊണാമി ഇത്രയും മില്യൺ ഡൗൺലോഡേഴ്സ് ഒരുമിച്ച് കളിച്ചാലും ഒരു തരത്തിലുള്ള സെർവർ ലോഡോ കാര്യങ്ങളോ വരാതെ, ഇടയ്ക്ക് ചെറിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്രയും മില്യൺ ഡൗൺലോഡ്സ് ഉണ്ടായിട്ട് പോലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ലോകത്തിലെ ഏത് കോണിലും രണ്ട് വ്യക്തികൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഇത്രയും സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ടെക്നോളജി, എന്തായിരിക്കും അതിൻ്റെ ബാക്കപ്പിലുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ സിസ്റ്റവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. അപ്പോൾ കൊണാമിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ ഇവിടെ ഒരാൾ പല ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് അവരുടെ പ്രൊഡക്റ്റുകൾ മോഷ്ടിക്കുന്നു എന്നുള്ള കാര്യം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു നോളജ് വെച്ച് കാർഡ് കാര്യമൊന്നും ചിന്തിക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി, മനസ്സിലാവും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ യൂട്യൂബിൽ കാണുന്ന ഒരു ട്രിക്കുകളും സത്യമല്ല, അത് കൊണാമിയെ പറ്റിക്കുന്നതല്ല, നിങ്ങളെ പറ്റിക്കുന്നതാണ്. നിങ്ങൾ ഏത് തരത്തിൽ എന്ത് ടാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏത് റബ്ബർ ബാൻഡ് ഫോണിൽ കുടുക്കിയിട്ടോ ബോക്സ് ഡ്രോ ചെയ്താലും ഒരു കാരണവശാലും നിങ്ങൾക്ക് എപ്പിക്ക് അടിക്കാൻ പോകുന്നില്ല. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള സിസ്റ്റം കൊണാമി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബേഴ്സ് ഇതൊക്കെ പറഞ്ഞ് വ്യൂസ് ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഇതിൽ നിങ്ങൾ സത്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇല്ലാത്ത പൈസ മുടക്കി കോയിനൊക്കെ വാങ്ങി നിങ്ങൾ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ പൈസയും കാര്യങ്ങളൊന്നും വെറുതെ കളയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലുള്ള ട്രിക്കുകളൊക്കെ നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാക്ക്, ഇപ്പോൾ എപ്പിക് പാക്ക് വന്നു, അതിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ആയിട്ടുള്ളൊരു കാർഡ് ഉണ്ട്. നമുക്കിപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള എപ്പിക് പാക്കാണ് കക്കയുടെ. സോ അതിൽ പുള്ളിക്കാരൻ നിങ്ങളുടെ ടാർഗറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വില കൊടുത്തിട്ടും പുള്ളിക്കാരനെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പൈസ ചിലവാക്കുന്നതാണ്. 150 പ്ലേയേഴ്സിൽ നിന്നും ആ ഒരു പ്ലെയറെ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോയിൻ മുടക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാം. കാരണം നിങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ്. അല്ലാതെ പക്ഷം നിങ്ങൾക്ക് ആ ഒരു ട്രിക്ക്, ആ ഒരു പ്ലെയർ എടുക്കണമെന്നില്ല എന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ട്രിക്ക് കണ്ടു 100 കോയിനെ നിങ്ങൾക്ക് ടാപ്പ് ചെയ്തിട്ട് കറക്കിയാൽ നിങ്ങൾക്ക് എപ്പിക് അടിക്കും. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ആ ഒരു പ്ലെയറെ സെർച്ച് ചെയ്തിട്ട് കറക്കിയാൽ എപ്പിക് അടിക്കും എന്നുള്ള ട്രിക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ട് ഇല്ലാത്ത പൈസയ്ക്ക് നിങ്ങൾ കോയിൻ വാങ്ങി വേണ്ടാത്ത പ്ലെയറെ നിങ്ങൾ കറക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് പോവും. നിങ്ങളെ പറ്റിച്ചുകൊണ്ട് ആ ഒരു യൂട്യൂബറും വ്യൂസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് റിയൽ ആയിട്ടുള്ള കൊണാമിയുടെ അൽഗോരിതം? നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. കൊണാമിയുടെ അൽഗോരിതം എന്താണ് എന്നുള്ള കാര്യം അവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ചെറിയൊരു ഹിൻറ്റും കാര്യങ്ങൾ കിട്ടും, അല്ലെങ്കിൽ ചെറിയൊരു സൂചനയും കാര്യങ്ങൾ കിട്ടും എന്നല്ലാതെ അവരുടെ അൽഗോരിതം കാര്യങ്ങളൊക്കെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മളൊരു യൂട്യൂബിൻ്റെ കാര്യം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അൽഗോരിതം കാര്യങ്ങളൊക്കെ മനസ്സിലായി, എങ്ങനെയാണ് യൂട്യൂബിൽ റീച്ച് ആവുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ആവുന്നത് എന്നുള്ള അൽഗോരിതം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും വ്യൂസ് ഉണ്ടാക്കാം, ആർക്കും ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു കമ്പനി അതിന് നിൽക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ
അവരുടെ അൽഗോരിതം കാര്യങ്ങളൊക്കെ ലീക്കായി എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു കമ്പനി, ഇത്രയും വലിയ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി വെറുതെ നിൽക്കും. അവർ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു കാര്യം സോൾവ് ചെയ്യും. അത് തന്നെയാണ് കൊണാമിയിലും സംഭവിക്കുന്നത്. അഥവാ എന്തെങ്കിലും ഒരു ട്രിക്കിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണാമിയുടെ സെർവറിലാണ് നമ്മളെല്ലാവരും കളിക്കുന്നത്. നമ്മുടെ ഫോണിൽ കിട്ടുന്ന ഗെയിമാണെന്ന് വെച്ചിട്ട് ഇതിൽ നമ്മൾ മാത്രമല്ല, കൊണാമി കൃത്യമായിട്ട് എല്ലാം നോട്ടീസ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെക്കോർഡിക്കലാണ്. നമ്മളിവിടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒരു വീട്ടിലിരുന്ന് കറക്കിയാലും അത് കൊണാമിയുടെ അൽഗോരിതത്തിലാണ് അല്ലെങ്കിൽ കൊണാമിയുടെ സെർവറിലാണ് വർക്കാവുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ട്രിക്കും കാര്യങ്ങളൊക്കെ വർക്കാവുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യങ്ങളൊക്കെ വർക്കാവുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കൊണാമിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അത് കൊണാമി കൃത്യമായിട്ട് തന്നെ അടുത്ത അപ്ഡേഷനിൽ സോൾവ് ആക്കും. കാരണം നമുക്ക് ഒരുപാട് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. നമുക്ക് പോലും അറിയാത്ത പ്രോബ്ലങ്ങൾ, നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു കാരണവശാലും മനസ്സിലാവാത്ത കാര്യങ്ങൾ വരെ അവർ കണ്ടുപിടിച്ചിട്ട് അത് സോൾവ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഹാക്കുകൾ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിനെ തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന ഇതുപോലുള്ള ട്രിക്കുകളും കാര്യങ്ങളൊക്കെ അവർക്ക് കണ്ടെത്താൻ സാധിക്കാതിരിക്കുമോ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് റിയൽ ആയിട്ട് നടക്കുന്നത്, എന്താണ് ഈ ഒരു എപ്പിക് പാക്ക് അല്ലെങ്കിൽ ഈ ഒരു എപ്പിക് കാര്യങ്ങളൊക്കെ അടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓരോ ബോക്സ് ഷോയ്ക്കും 150 പ്ലെയർ വെച്ചിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള പാക്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കൊണാമി കൃത്യമായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി വെക്കും. ഇതിൽ എത്ര സ്പിൻ ചെയ്താൽ എത്ര എപ്പിക് അടിക്കാനുള്ള ചാൻസ് കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ചില പാക്കുകൾ പെട്ടെന്ന് തന്നെ നമുക്ക് എപ്പിക് അടിക്കുന്നതായിട്ട് കാണാം, ഒരുപാട് പേർക്ക് പെട്ടെന്ന് തന്നെ എപ്പിക് അടിച്ചതായിട്ട് കാണാം. പക്ഷേങ്കിൽ നമുക്ക് ഇപ്പോൾ അടുത്ത MSN പാക്കൊക്കെ വന്നപ്പോൾ അതിൽ ഒരുപാട് ട്രൈ എടുത്താൽ മാത്രമേ നമുക്ക് എപ്പിക്കും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ളൂ. കാരണം ഈ ഒരു വർഷം ഇറക്കിയ അവരുടെ പ്രൊഡക്റ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കായിരുന്നു MSN പാക്ക്. അതിൽ 3 പ്ലേയേഴ്സും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും ഡിമാൻഡ് അവർ വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവർ എന്തൊരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴും അതിന് കൃത്യമായിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഇതിൽ എത്രത്തോളം ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവണം. ഇത് എല്ലാം പൈസയുടെ കാര്യത്തിലാണ്. അവർക്ക് കൃത്യമായിട്ടൊരു ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. അവർക്കൊരു പാക്കും കാര്യങ്ങളൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു വർഷം അവർക്ക് എത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കണക്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അതിനനുസരിച്ചിട്ടാണ് അവർ പാക്കുകൾ ഇറക്കുന്നതും അതിനനുസരിച്ചിട്ടാണ് അവർ നമുക്ക് എപ്പിക്കുകൾ തരുന്നത്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതിന് മുന്നേ എനിക്ക് തോന്നിയിട്ടുള്ള ചെറിയൊരു ലൂപ്പ് ഹോൾ അല്ലെങ്കിൽ എപ്പിക്ക് കൂടുതലായിട്ട് കിട്ടാനുള്ള ചെറിയൊരു ചാൻസ് പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ റീസെൻ്റ്ലി അടിച്ചിട്ടുള്ള എപ്പിക്കുകളെല്ലാം പാക്ക് എൻഡ് ആവുന്ന ദിവസം, അതായത് മൺഡേ വന്ന പാക്കാണെങ്കിൽ നമുക്ക് സൺഡേ നൈറ്റൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കുവാണെങ്കിൽ ഒരു 100-200 ഒരു 500 കോയിൻ വരെ ജസ്റ്റ് ഒന്ന് കറക്കുവാണെങ്കിൽ കിട്ടാനൊരു ചാൻസ് കുറച്ച് കൂടുതലാണ് എന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയ കാര്യം മാത്രമാണ്, ഇതൊരിക്കലും ട്രിക്കോ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു പ്ലെയറെ നിങ്ങളുടെ സ്കോളിലേക്ക് എത്തിക്കാൻ അതിയായ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ കോയിനും ഇല്ല, വൈപ്പ് ഔട്ടാക്കാനുള്ള കോയിനും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക. പാക്ക് എൻഡ് ആവുന്ന ദിവസം ജസ്റ്റ് ഒരു നൈറ്റ് അല്ലെങ്കിൽ ഒരു 12 മണിക്ക് ശേഷമൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു 100 വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പിന്നോ 900 ഒരു സ്പിന്നോ ജസ്റ്റ് ഒന്ന് കറക്കി നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ എപ്പിക്ക് കിട്ടാനുള്ള ചാൻസ് പ്രോബബിളി കൂടുതലാണ് എന്നുള്ള കാര്യം എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. എനിക്ക് അവസാനത്തെ 3-4 എപ്പിക്കുകൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതൊരിക്കലും ഒരു ട്രിക്കോ കാര്യങ്ങളൊന്നും അല്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വർക്കായ ഒരു ചെറിയൊരു കാര്യമാണ്, ട്രിക്കും കാര്യങ്ങളൊന്നും അല്ല. ഒരുപക്ഷെ കൊണാമി തന്നെ അവസാനത്തെ ഡേ അല്ലെങ്കിൽ പാക്ക് എൻഡ് ആവാൻ പോകുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് പ്രോബബിലിറ്റി കാര്യങ്ങളൊക്കെ ചെറിയ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും, എനിക്കറിയത്തില്ല. സോ ഗൈസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.